Hi all, welcome back. നമ്മളെ പവർ എഞ്ചിനീയറിംഗിന്റെ തേർഡ് മൊഡ്യൂളിന്റെ സിക്സ്ത് ലെക്ചർ സീരീസ്, അതായത് കൊറോണ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ടേംസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ടോപ്പിക്സ് കവർ ചെയ്യുന്നത് കൊറോണ, അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ, പിന്നെ ഇമ്പോർട്ടൻറ്റ് ടേംസ്, അതായത് ക്രിട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടീവ് വോൾട്ടേജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ സിലബസ് ഉണ്ട്. അതുപോലെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, മെത്തേഡ്സ് ഓഫ് റിഡ്യൂസിങ് കൊറോണ എഫക്റ്റ്. എന്താണ് കൊറോണ? When an alternating potential difference is applied across two conductors whose spacing is large as compared to their diameters, there is no apparent change in the condition of atmospheric air surrounding the wires if the applied voltage is low. However, when the applied voltage exceeds a certain value called critical disruptive voltage, the conductors are surrounded by a faint violet glow called corona. അതായത് നമ്മൾ ലൈൻ കണ്ടക്ടേഴ്സ് ഓവർ ഹെഡ് ആയിട്ട് നമ്മൾ പോണത് കാണാറില്ലേ? ആ ലൈൻ കണ്ടക്ടേഴ്സിന്റെ ഡയമീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ലൈൻ കണ്ടക്ടേഴ്സ് രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് അറ്റ്മോസ്ഫിയറിക് എയർ, അതാണ് ഇൻസുലേറ്റർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് വേണം, അതിന്റെ ഡയമീറ്റർ അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ ചില വോൾട്ടേജ് ഇതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താണ് പറയാ, ഹോട്ട് കണ്ടീഷൻ ആയിക്കൊള്ളുന്നില്ല, ചെറുതായിട്ട് ഒരു മോയ്സ്ചർ കണ്ടീഷൻ ഒക്കെ വരാം. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? ഒരു ക്രിട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടീവ് വോൾട്ടേജ് പറഞ്ഞ വോൾട്ടേജിന്റെ എബവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ഫെയിന്റ് വയലറ്റ് ഗ്ലോ എന്ത് ചെയ്യും? ആ ലൈനിന്റെ ചുറ്റും കാണാം. അതിനാണ് നമ്മൾ പറയാ കൊറോണ പറയാം. ദ ഫിനോമിനൻ ഓഫ് കൊറോണ ഈസ് അക്കമ്പനിഡ് ബൈ എ ഹിസ്സിംഗ് സൗണ്ട്. ഒരു ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടാവും. പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ, ഒരു ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യും. പവർ ലോസ് ഉണ്ടാവും ആൻഡ് റേഡിയോ ഇന്റർഫിയറൻസ് ഉണ്ടാവും. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ കൊറോണ കാരണം കൊണ്ട് എന്തുണ്ടാവും? ഒരു ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഉണ്ടാവും, പവർ ലോസ് ഉണ്ടാവും, റേഡിയോ ഇന്റർഫിയറൻസ് ഉണ്ടാവും. ദ ഹയർ ദ വോൾട്ടേജ് ഈസ് റേസ്ഡ്, എത്ര വോൾട്ടേജ് റേസ് ചെയ്യുന്നോ ലാർജർ ആൻഡ് ഹയർ ദ ലൂമിനസ് എൻവലപ്പ് ബിക്കംസ്, ഈ ഗ്ലോ കൂടും. ആൻഡ് ഗ്രേറ്റർ ആർ ദ സൗണ്ട്, സൗണ്ടും കൂടും. ദ പവർ ലോസും റേഡിയോ നോയ്സും ഒക്കെ എന്ത് ചെയ്യും? കൂടും. If the applied voltage is increased to breakdown value, a flashover will occur between the conductors due to breakdown of air insulation. ഇനി അപ്ലൈഡ് വോൾട്ടേജ് ഒരു ബ്രേക്ക് ഡൗൺ വാല്യൂവിന്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു ഫ്ലാഷ് ഓവർ ഉണ്ടാവും. എന്താണ്? കണ്ടക്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്യും? ഫ്ലാഷ് ഓവർ ചെയ്യും. കാരണം എയർ ഇൻസുലേഷൻ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. ദ ഫിനോമിനൻ ഓഫ് വയലറ്റ് ഗ്ലോ, hissing noise and production of ozone gas in an overhead transmission line is known as corona. അപ്പോൾ ഈ ഫിനോമിനൻ എന്ത്? വയലറ്റ് ഗ്ലോ, അതുപോലെ ഹിസ്സിംഗ് സൗണ്ട്, പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഗ്യാസ് ഇൻ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈന്, ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ പറയുന്നത് കൊറോണ. ഇഫ് ദ കണ്ടക്ടേഴ്സ് ആർ പോളിഷ്ഡ് ആൻഡ് സ്മൂത്ത്, കണ്ടക്ടേഴ്സ് പോളിഷ് ചെയ്ത് സ്മൂത്ത് ആണ് വിചാരിക്കുക, ദ കൊറോണ ഗ്ലോ വിൽ ബി യൂണിഫോം ത്രൂ ഔട്ട് the length of the conductors, otherwise the rough points will appear better. നമ്മൾ റഫ് പോയിന്റ്സിൽ നമ്മൾ പോളിഷ്ഡ് ആയിട്ട് അത് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ കണ്ടക്ടേഴ്സ്, if the conductors are polished and smooth, corona glow will be uniform. corona glow എന്താണ്? യൂണിഫോം ആയിരിക്കും. throughout the length of the conductor, throughout the length എന്താണ്? യൂണിഫോം ആയിരിക്കും. അതർവൈസ് ഈ റഫ് പോയിന്റ് ആയിട്ടുള്ളടത്ത് എന്ത് ചെയ്യും? നമ്മളുടെ ഇത് ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ലൈറ്റ് ആണ്. വിത്ത് ഡി സി വോൾട്ടേജ് ദർ ഈസ് ഡിഫറൻസ് ഇൻ അപ്പിയറൻസ് ഓഫ് ദ ടു വയേഴ്സ്. ഡി സി വോൾട്ടേജ് ആണെങ്കിൽ ഈ ടു വയേഴ്സിന്റെ അപ്പിയറൻസ് ഡിഫറൻസ് ഉണ്ട്. The positive wire has uniform glow about it, and while the negative conductor has spotty glow. ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഡി സി എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും ഉണ്ട്. അതിൽ പ്ലസിന് എന്താണ്? യൂണിഫോം ആയിട്ട് ഇങ്ങനെ കത്തി കിടക്കും. നെഗറ്റീവ് ആണെങ്കിലോ അവിടെ സ്പോട്ടി ഗ്ലോ ആണ് ഉണ്ടാവുക. Then theory of corona formation. Some ionization is always present in air due to cosmic rays, ultraviolet radiation and radioactivity. ഈ കോസ്മിക് റേസും അൾട്രാവയലറ്റ് റേഡിയേഷനും റേഡിയോ ആക്ടിവിറ്റിയും കാരണം എന്താണ്? കുറച്ച് അയണൈസേഷൻ എപ്പോഴും എന്തുണ്ട്? നമ്മളുടെ ഇതിലുണ്ട്. Okay, therefore under normal conditions the air around the conductors contain some ionized particles, that is free electrons and positive ions and neutral molecules. അതുകൊണ്ട് തന്നെ നോർമൽ കണ്ടീഷനിൽ എയർ അറൌണ്ട് ദ കണ്ടക്ടേഴ്സ് കണ്ടെയ്ൻ സം അയണൈസ്ഡ് പാർട്ടിക്കിൾ. നമ്മളുടെ എയറിന്റെ എയർ അറൌണ്ട് ദ കണ്ടക്ടേഴ്സിന്റെ അറൌണ്ട് ഉള്ള, അതായത് ചുറ്റുള്ള എയറിൽ നിന്ന് സം അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് ഫ്രീ ഇലക്ട്രോൺസും പോസിറ്റീവ് അയൺസും ഒക്കെ, അതുപോലെ ന്യൂട്രൽ മോളിക്യൂൾസും. when potential difference is applied between the conductors, കണ്ടക്ടേഴ്സിന് അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
a potential gradient is set up in there. ഒരു potential gradient എന്ത് ചെയ്യും എയറിൽ സെറ്റപ്പ് ചെയ്യും, which will have maximum value at the conductor surface. കണ്ടക്ടർ സർഫസിൽ എന്തായിരിക്കും മാക്സിമം വാല്യൂ ആയിരിക്കും. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇൻഫ്ലുവൻസ്ഡ് ദ എക്സിസ്റ്റിംഗ് ഫ്രീ ഇലക്ട്രോൺസ് അക്വയർ ഗ്രേറ്റർ വെലോസിറ്റീസ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നില്ല, നമ്മൾ എയറിൽ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, അതിന് എന്ത് ചെയ്യും ഗ്രേറ്റർ വെലോസിറ്റി ഉണ്ടാവും. The greater the applied voltage, the greater the potential gradient and more is the velocity of the free electrons. അപ്പോൾ ഒന്നുകൂടി ആലോചിക്കുക, എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടക്ടറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉണ്ടാവും. എന്താണ് ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ എയറിൽ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉണ്ടാവും, അത് മാക്സിമം ആയിരിക്കും കണ്ടക്ടറിന്റെ അടുത്ത്. അപ്പൊ നമ്മൾ വോൾട്ടേജ് കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കൂടും. ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഫ്രീ ആയിട്ട് ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ, അത് എന്ത് ചെയ്യും അതിന്റെ വെലോസിറ്റി കൂടും. When the potential gradient at the conductor surface reaches about 30 kilowatt per centimeter, that is maximum value. ഇത്രയും വാല്യൂ എത്തിക്കഴിഞ്ഞാൽ the velocity acquired by the free electrons is sufficient to strike a neutral molecule with enough force to dislodge one or more electrons from it. അതായത് ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും ന്യൂട്രൽ മോളിക്യൂളിനെ പോയിട്ട് ഇടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും വൺ ഓർ മോർ ഇലക്ട്രോൺസ് വീണ്ടും അവിടെ എന്ത് ചെയ്യും ഉണ്ടാക്കും. This produce another ion. അതുകൊണ്ട് അത് എന്ത് ചെയ്യും വേറൊരു അയോൺ ഉണ്ടാക്കും, വൺ ഓർ മോർ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാക്കും, വേറൊരു അയോൺ ഉണ്ടാക്കും, ഒന്നോ രണ്ടോ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാക്കും, which is turn are accelerated until they collide with other neutral molecules, thus providing other ions. അപ്പോൾ അത് ഇങ്ങനെ ഒരു പ്രോസസ് ആയിട്ട് കൂടും. Thus the process of ionization is cumulative. The result of this ionization is either corona is formed or spark takes place between conductors. കൊറോണ ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യും സ്പാർക്ക് ആയിട്ട് അവിടെ കണ്ടക്ടേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവും. നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ. എന്തൊക്കെ ഫാക്ടേഴ്സ്? അറ്റ്മോസ്ഫിയർ, കണ്ടക്ടർ സൈസ്, സ്പേസിംഗ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്, ലൈൻ വോൾട്ടേജ്. ഇത്രയാണ് ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, atmosphere. As corona is formed due to ionization of air surrounding the conductors, therefore it is affected by physical state of the atmosphere. Atmosphere physical state വലിയൊരു role ഉണ്ട്. In the stormy weather, the number of ions is more than normal, and as such corona occurs at much less voltage as compared with the fair weather. ഒരു stormy weatherൽ എന്താണ് നമ്പർ ഓഫ് അയോൺസ് എന്തായിരിക്കും കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ എന്താണ് ചെറിയ വോൾട്ടേജിൽ പോലും അവിടെ എന്ത് ചെയ്യും കൊറോണ അപ്പിയർ ചെയ്യും. നെക്സ്റ്റ് കണ്ടക്ടർ സൈസ്. The corona effect depends upon the shape and conditions of the conductor. കണ്ടക്ടറിന്റെ ഷേപ്പും കണ്ടീഷനിലും എന്തുണ്ട് കൊറോണ ഇതാക്കും. റഫും ഇറഗുലർ സർഫേസും ആണെന്നുണ്ടെങ്കിൽ മോർ കൊറോണ എന്ത് ചെയ്യും ഉണ്ടാവും. Because unevenness of the surface decreases the value of breakdown voltage. ഈ unevenness വരുമ്പോൾ എന്താവും value of breakdown voltage എന്താണ് ഡിക്രീസ് ചെയ്യും. Thus a standard conductor has irregular surface and hence gives rise to more corona than a solid conductor. Spacing between the conductors. ഇതിന്റെ ഇടയിലുള്ള സ്പേസിങ്ങും സഫീഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും കൊറോണ എഫക്ട് ഉണ്ടാവും. കാരണം എന്താണ് ബിക്കോസ് ലാർജർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് റെഡ്യൂസസ് ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്. ലാർജർ ഡിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് കൂടും. നേരെ വെച്ചാൽ ലാർജർ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്സസ് കുറയുകയും conductor surface, thus avoiding corona formation. Line voltage. The line voltage greatly affects corona. Line voltage നന്നായിട്ട് കൂടും. If it is low, there is no change in the condition of air surrounding the conductors and hence no corona is formed. അപ്പോൾ ചെറിയൊരു വോൾട്ടേജിന് അവിടെ സറൗണ്ടിങ് കണ്ടീഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യില്ല. However, if the line voltage has such a value that electrostatic stresses developed at the conductor, അതായത് ലൈൻ വോൾട്ടേജ് കൂടിയിട്ട് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്സസ് കണ്ടക്ടറിന്റെ സർഫേസിൽ ഉണ്ടായി കഴിഞ്ഞാൽ എയർ അറൗണ്ട് ദ കണ്ടക്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അത് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും കൊറോണ ഫോം ചെയ്യും. നെക്സ്റ്റ് സം ഇമ്പോർട്ടൻറ്റ് ടേംസ്. അതിൽ ഫസ്റ്റ് വൺ ക്രിട്ടിക്കൽ ഡിസ്ട്രിപ്റ്റീവ് വോൾട്ടേജ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ കൊറോണക്ക് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഉണ്ട് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഡിസൈനിൽ, അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ഡിസ്ട്രിപ്റ്റീവ് വോൾട്ടേജ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മിനിമം ഫേസ് ന്യൂട്രൽ വോൾട്ടേജ് അറ്റ് വിച്ച് കൊറോണ occurs. കൊറോണ ഒക്കർ ചെയ്യുന്ന മിനിമം ഫേസ് ന്യൂട്രൽ വോൾട്ടേജ് ആണെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡിസ്ട്രിപ്റ്റീവ് വോൾട്ടേജ് ആണ്. കൺസിഡർ ടു കണ്ടക്ടേഴ്സ് ഓഫ് റേഡിയൈ r സെന്റിമീറ്റർ ആൻഡ് സ്പേസ്ഡ് d സെന്റിമീറ്റർ അപ്പാർട്ട്. നമ്മൾ രണ്ട് കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുക, ഓരോന്നും 6 സെന്റിമീറ്റർ റേഡിയസും സ്പേസ്ഡ് d അപ്പാർട്ടാണ്. If V is the phase neutral neutral potential, then potential gradient at the conductor surface is given by G is equal to V by R log d by R to the base e. ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് കൊറോണ ഫോം ചെയ്യുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് നോക്കണം. വാല്യൂ ഓഫ് G മസ്റ്റ് ബി ഈക്വൽ ടു ദ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഓഫ് എയർ. ഈ G എന്താണോ
ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഓഫ് എയറിൽ വേണം. അപ്പോൾ നമ്മൾ എന്താണ് ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഓഫ് എയർ അറ്റ് 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ് ഓഫ് എയർ ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് 30 കിലോ വാട്ട് പെർ സെന്റിമീറ്റർ ആണ് വരാൻ പറ്റുക. മിനിമം മാക്സിമം വോൾട്ടേജ് അതിന്റെ RMS വോൾട്ടേജ് ആണ് 21.2 കിലോ വോൾട്ട് പെർ സെന്റിമീറ്റർ ആണ് വരിക. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുക G0 എന്നിട്ടാണ്. അവിടെ നമ്മൾ വോൾട്ടേജ് എടുത്ത V2 വരെ എന്താണ് BC ആണ്. കാരണം ഫേസ് ന്യൂട്രൽ പൊട്ടൻഷ്യൽ റിക്വയർഡ് അണ്ടർ ദീസ് കണ്ടീഷൻ, ആ കണ്ടീഷനിൽ. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ് പറയാൻ പോകുന്നത്. G0 is equal to VC by R log E D by R, where G0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ എഴുതി അതിൽ ഓരോ കണ്ടീഷൻസ് എഴുതണം. ഇതൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. G0 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഫറൻസ് വെക്കുകയാണ് ബ്രേക്ക് ഔട്ട് സ്ട്രെങ്ത് ഓഫ് എയർ അറ്റ് 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ്. ആ ടൈമിലുള്ള പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ് BC by R log E D by R. അതിൽ ഈ G0 ആണ് എന്താണ് 30 കിലോ വോൾട്ട് സെന്റിമീറ്റർ ആണ് മാക്സിമം വോൾട്ടേജ് വരെ. RMS എന്താണ് വരെ 21.2 കിലോ വോൾട്ട് പെർ സെന്റിമീറ്റർ ആണ്. അപ്പൊ ക്രിട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടീവ് വോൾട്ടേജ് BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G0 R log E D by R. ഓക്കെ, ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷന്റെ ഇത്. ഇതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ. ഇനി ഇതൊക്കെ എഴുതി വെക്കാൻ നമ്മൾ അടുത്തതിലും കുറച്ചുണ്ട്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. The above expression for distributive voltage is under standard condition. ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതായത് 76 സെന്റിമീറ്റർ ഓഫ് Hg and 25 ഡിഗ്രി സെൽഷ്യസ്. However, if these conditions vary, the air density also changes. നമ്മൾ ഈ കണ്ടീഷൻ വാരി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, air density also changes, thus altering the value of G0. The value of G0 is directly proportional to air density. ഈ potential gradient G0 at a standard condition എന്താണ്, directly proportional to air density ആണ്. Okay, thus the breakdown strength of air at a barometric pressure of B centimeter of mercury and temperature T degree Celsius becomes delta G0. അപ്പോൾ നമ്മൾക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഓഫ് എയർ ഒരു ബാരോമെട്രിക് പ്രഷറിൽ B സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അതുപോലെ ടെമ്പറേച്ചർ T ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ G0 എന്ന് പറഞ്ഞിട്ട് പറയാം. അതിൽ വേറെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, എയർ ഡെൻസിറ്റി ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് 3.92 B by 273 plus T. ഈ ഒരു വാല്യൂ പഠിച്ചു വെക്കുക. അപ്പൊ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ദ വാല്യൂ ഓഫ് ഡെൽറ്റ എന്താണ് 1 ആണ്. അപ്പൊ ഈ വാല്യൂ എന്താണ് 1 ആണ്. ക്രിട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടീവ് വോൾട്ടേജ് അപ്പൊ നമുക്ക് എന്താ പറയാം, VC നമുക്കറിയാം VC is equal to G0 into delta R log E by D by R. അപ്പൊ ഈ ഡെൽറ്റയുടെ വാല്യൂ ആണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. എയർ ഡെൻസിറ്റി ഫാക്ടർ, ചിലപ്പോൾ എയർ ഡെൻസിറ്റി ഫാക്ടർ നമുക്ക് പ്രോബ്ലത്തിൽ വരാം. ഈ ഒരു വാല്യൂ എന്ത് ചെയ്യുക, നേരെ ഇവിടെ ആഡ് ചെയ്യുക. കറക്ഷൻ must also be made for the surface condition of the conductor. നമ്മൾ എന്താണ് corrections എന്ത് ചെയ്യാം, ഇത് മേഡ് ചെയ്യാം. This is accounted for the multiply above expression by irregularity factor M0. ഒരു M0 എന്നുള്ള ഒരു irregularity ഫാക്ടറും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ആഡ് ചെയ്യും. ഓക്കെ, അതായത് പോളിഷ്ഡ് കണ്ടക്ടർ ആണെങ്കിൽ M0 1 ആണ്. ഡേർട്ടി കണ്ടക്ടർ ആണെങ്കിൽ 0.98 to 0.92 ആണ്. സ്റ്റാൻഡേർഡ് കണ്ടക്ടർ, അതായത് കണ്ടക്ടർ സോളിഡ് അല്ലാതെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരും, അതിനാണെങ്കിൽ ഇത്. അപ്പൊ ഈ ഫാക്ടറും കൂടി ഇതിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഫോർ ക്രിട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടീവ് വോൾട്ടേജ് BC എന്ന് പറഞ്ഞ സാധനം എന്താണ്, M0 into G0 into delta R log E D by R ആണ്. R എന്താ റേഡിയസ് ഓഫ് ദ കണ്ടക്ടേഴ്സ് ആണ്, D ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ആണ്, പിന്നെ ഡെൽറ്റ എന്താണ്, ഡെൽറ്റ എയർ ഡെൻസിറ്റി ഫാക്ടർ ആണ്. അപ്പൊ ഈ വാല്യൂ ആണെന്ന് ഓർത്തിരിക്കുക. G0 നമ്മൾ നേരത്തെ പഠിച്ചു, എന്താണ് നമ്മൾ ആ G0 പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഏത് വെച്ചിട്ട് നമ്മളുടെ എന്താണ് പറയാ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞല്ലോ, 76 സെന്റിമീറ്റർ ഓഫ് Hg ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ്. BC M0 ആണ് കഴിഞ്ഞാൽ ഒരു ഇറഗുലാരിറ്റി ഫാക്ടർ. ഓക്കെ, ഇത്രയാണ് ക്രിട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടീവ് വോൾട്ടേജിന്റെ ഇക്വേഷൻ. ഇത് നന്നായിട്ട് എഴുതി പഠിക്കുക. Next, visual critical voltage. It is the minimum phase neutral voltage at which corona glow appears all along the line conductors. അതായത് ക്രിട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടീവ് വോൾട്ടേജ് കാരണം കൊറോണ ഉണ്ടാവും, പക്ഷെ നമുക്ക് വിഷ്വലി പോസിബിൾ ആവുന്ന മിനിമം ഫേസ് ന്യൂട്രൽ വോൾട്ടേജിനെയാണ് പറയുന്നത് വിഷ്വൽ critical voltage. It has been seen that in case of parallel conductors, the corona glow does not begin at the distributive voltage VC but at a higher voltage VV called visual critical voltage. അതായത് നോർമൽ കേസിൽ ഒരു പാരലൽ കണ്ടക്ടേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ടീവ് വോൾട്ടേജിൽ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഒരു വോൾട്ടേജ് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഹയർ വോൾട്ടേജ് ആയിരിക്കും ഇതിനെക്കാട്ടും ക്രിട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടീവ് വോൾട്ടേജിനെക്കാട്ടും. ദ ഫേസ് ന്യൂട്രൽ എഫക്റ്റീവ് വാല്യൂ ഓഫ് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് ഈസ് ഗിവൺ ബൈ ദ ഫോളോയിങ്. ഒരു എംപിരിക്കൽ ഫോർമുല വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് MV, നേരത്തെ M0 പറഞ്ഞതിന് വരെ MV വന്നു, G0 ഡെൽറ്റ R ഇൻറ്റു ഇങ്ങനെ ഒരു ഫാക്ടർ വന്നു, ലോഗി ഇത് വന്നു. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. വേറെ MV is another irregularity
factor having a value of 1 for polished conductor and 0.72 to 0.82 for rough conductor. അപ്പോൾ M0 എന്നുള്ള ഒരു ഇറഗുലാരിറ്റി ഫാക്ടർ മാറിയിട്ട് MV എന്നുള്ള ഇറഗുലാരിറ്റി ഫാക്ടർ വന്നു. അതിന്റെ വാല്യൂസ് ആണ് ഈ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് പവർ ലോസ് ഡ്യൂ ടു കൊറോണ. എന്താണ് പവർ ലോസ് ഡ്യൂ ടു കൊറോണ? അത് ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തുന്നുള്ളൂ. The formation of corona is always accompanied by energy loss which is dissipated in the form of light, heat, sound and chemical action. ഈ കൊറോണ കാരണം കൊണ്ട് തന്നെ എനർജി ലോസ് ഉണ്ടാവും. അവിടെ എന്താണ് ലൈറ്റ്, ഹീറ്റ്, സൗണ്ട്, കെമിക്കൽ ആക്ഷൻ പോലൊക്കെ ഉണ്ടാവും. Okay, when disruptive voltage is exceeded, the power loss due to corona is given by ഒരു disruptive voltage exceed ചെയ്ത് കഴിഞ്ഞാൽ power loss P is equal to ഇങ്ങനെ വാല്യൂ ഉണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് എഴുതി പഠിക്കുക. ജസ്റ്റ് ഇതൊന്ന് എഴുതി വെക്കാൻ, ഇൻ കേസ് അവർക്ക് ചോദിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇത് നമ്മളിൽ പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എഫ് ഈസ് ദ ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ഇൻ ഹെർട്സ് ആണ്. ബി ഫേസ് ന്യൂട്രൽ വോൾട്ടേജ്, RMS വോൾട്ടേജ് ആണ്. VC എന്താണ്? ഡിസ്ട്രിപ്റ്റീവ് വോൾട്ടേജ്, RMS വോൾട്ടേജ്. പിന്നെ ഡെൽറ്റ എന്താന്ന് നേരത്തെ പറഞ്ഞു, ഡിയും ആറൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കൊറോണ. അതിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കറക്റ്റ് ഡിസൈൻ ഓഫ് ഹൈ വോൾട്ടേജ് ഓവർ ഹെഡ് ലൈനിൽ ബാലൻസ് ഷുഡ് ബി സ്ട്രക്ക് ബിറ്റ്വീൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ആണ് അവിടെ ഒരു ഇത് വരിക. അഡ്വാൻറ്റേജസ്: ഡ്യൂ ടു കൊറോണ ഫോർമേഷൻ ദ എയർ സറൗണ്ടിങ് ദ കണ്ടക്ടർ ബിക്കംസ് കണ്ടക്റ്റീവ്. ഈ കൊറോണ ഫോർമേഷൻ കാരണം എയർ അറൌണ്ട് ദ സറൗണ്ടിങ്ങിൽ എന്താണ്? കണ്ടക്റ്റീവ്. Hence, virtual diameter of the conductor is increased. The increased diameter reduces the electrostatic stresses between the conductors. The corona reduces effects of transients produced by the surges. അതായത് ഈ കൊറോണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കണ്ടക്റ്റിംഗ് മീഡിയ അതിന്റെ ചുറ്റും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്സസ് കുറക്കും. അതുകൊണ്ട് കണ്ടക്റ്റും കൂടുന്ന പറയുന്നത്. കൊറോണ അതേപോലെ ട്രാൻസിയൻസ് ഉണ്ടാവില്ലേ, സർജസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ലൈറ്റ്നിങ് കാരണം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള ഹെവി സ്പൈക്കിനെയാണ് നമ്മൾ ട്രാൻസിയൻസ് പറയുക. അത് റെഡ്യൂസ് ചെയ്യും. ഡിസഡ്വാൻറ്റേജ്: കൊറോണ is accompanied by a loss of energy. This affects the transmission efficiency of the line. Transmission efficiency of the line അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തെന്താണ്? ഓസോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കൊറോണ ആൻഡ് മേ കോസ് കൊറോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഈ ഓസോൺ ഉണ്ടാവും കൊറോണ, അതുകൊണ്ട് തന്നെ കണ്ടക്ടർ സർഫസിൽ എന്ത് ചെയ്യാം? ഈ കെമിക്കൽ റിയാക്ഷൻ കാരണം കൊണ്ട് എന്തുണ്ടാവും? കൊറോഷൻ ഉണ്ടാവും. The current drawn by the line due to corona is non-sinusoidal and hence non-sinusoidal voltage drop occurs in the line. ഈ കറണ്ട് എന്താണ് പറയാ ലൈനിൽ ഉണ്ടാവില്ല. ഈ കൊറോണ കാരണം കൊണ്ട് എന്താണ്? നോൺ സിനുസോയിഡൽ ആണ്, അതുകൊണ്ട് സിനുസോയിഡൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ദിസ് മേ കോസ് ഇൻഡക്റ്റീവ് ഇന്റർഫിയറൻസ് വിത്ത് നൈബറിംഗ് കമ്മ്യൂണിക്കേഷൻ ലൈൻ. അതുകൊണ്ട് തന്നെ ഇൻഡക്റ്റീവ് ഇന്റർഫിയറൻസ് നൈബറിംഗ് കമ്മ്യൂണിക്കേഷൻ ലൈൻ വെച്ചിട്ട് ഉണ്ടാവും. Methods of reducing corona effect. Corona effect reduce ചെയ്യാനുള്ള methods എന്താണ്? It has been seen that intense corona effect are observed at a working voltage of 33 kV and above. 33 kV and above എന്താണ്? നല്ല corona effect കാണാറുണ്ട്. Therefore, careful design should be made to avoid corona on the substations or bus bars rated for 33 kV and higher voltages. Otherwise, highly ionized air may cause flashover in the insulators. അതായത് 33 kV യുടെ മേലെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് എന്താണ്? കെയർഫുൾ ഡിസൈൻ ഉണ്ടാവണം ബസ് ബാറിലും സബ്സ്റ്റേഷനിലും ഒക്കെ. അതുപോലെ എന്താണ്? ഹയർ വോൾട്ടേജസ് ഉണ്ട്, ഹൈലി അയനൈസ്ഡ് എയർ ഉണ്ടാവുന്നതുകൊണ്ട് ഫ്ലാഷ് ഓവർ ഉണ്ടാവും ഇൻസുലേറ്റേഴ്സിലും അതുപോലെ ഫേസസിലൊക്കെ. അപ്പോൾ കൺസിഡർ ഡാമേജ് ടു ദ എക്യുപ്മെന്റ് ഉണ്ടാവും. ദ കൊറോണ എഫക്ട്സ് can be reduced by the following method: by increasing conductor size and increasing conductor spacing. By increasing conductor size, the voltage at which corona occurs is raised and hence corona effects are considerably reduced. നമ്മൾ കണ്ടക്ടറിന്റെ വോൾട്ടേജ്, കണ്ടക്ടറിന്റെ സൈസ് കൂട്ടി കഴിഞ്ഞാൽ എന്താണ്? കൊറോണ ഒക്കർ ചെയ്യാനുള്ള ആ ക്രിട്ടിക്കൽ ഡിസ്ട്രിക്റ്റീവ് വോൾട്ടേജ് അതുണ്ടല്ലോ, അത് കൂടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? കൊറോണ എഫക്ട് ഉണ്ടാവാനുള്ള ചാൻസ് കുറയും. ദിസ് ഇസ് വൺ ഓഫ് ദ റീസൺ ദാറ്റ് ACSR കണ്ടക്ടേഴ്സ് ഹാവ് എ ലാർജർ ക്രോസ് സെക്ഷണൽ ഏരിയ ആർ യൂസ്ഡ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ. ഈ ACSR ലാർജർ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള എന്താണ്? അലുമിനിയം ആണ്. അപ്പൊ അതുകൊണ്ടാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. By increasing conductor spacing. By increasing the spacing between the conductors, the voltage at which corona occurs is raised and hence corona effects can be eliminated. കണ്ടക്ടറിന്റെ സ്പേസിംഗ് കൂട്ടി കഴിഞ്ഞാലും നമുക്കിത് കുറക്കാൻ പറ്റും. However, spacing cannot be increased. കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക? ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? കോസ്റ്റ് ഓഫ് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ, ബിഗർ ക്രോസ് ആംസും സപ്പോർട്ട്സും വേണം. അതും നമുക്ക് എന്താണ്? ഒരു ഇൻക്രീസ് ചെയ്യും, റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതൊരു കൺസിഡറബിൾ എക്സ്റ്റെന്റ് വരെ പറ്റുള്ളൂ.